വഖഫ് ഭേദഗതി ബിൽ പാസാക്കുന്നതിനായി തിരക്കിട്ട നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ. 9.4 ലക്ഷം ഏക്കർ വസ്തുവകകൾ നഷ്ടപ്പെടുമെന്ന് മുസ്ലിം നേതാക്കൾ. ബില്ല് വന്നാൽ മുനമ്പം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വഖഫ് നിയമ ഭേദഗതി സഭയിൽ പാസാക്കാനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും സജീവമായി. വഖഫ് ബോർഡിന് കീഴിൽ രാജ്യത്ത് 9.4 ലക്ഷം ഏക്കർ വസ്തുവകകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതിൽ മുനമ്പം ഉൾപ്പെടെയുള്ള തർക്കഭൂമികളും ഉൾപ്പെടുന്നുണ്ട്. ഭേദഗതി ബില്ല് വന്നാൽ മുനമ്പത്തുൾപ്പെടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ വഖഫ് നിയമത്തിൽ 40 ഭേദഗതികൾ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ പൂർണ്ണമായും എടുത്തു കളയുകയാണ് ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഭേദഗതി പ്രകാരം വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡുകളിലും മുസ്ലിം ഇതര വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാകും. വനിതകൾക്കും അംഗത്വം നൽകണമെന്നും ഭേദഗതിയിൽ പറയുന്നു. വഖഫ് സ്വത്തുക്കൾ സർക്കാർ കർശന പരിശോധനകൾക്ക് വിധേയമാക്കും. തർക്കഭൂമികളെല്ലാം പരിശോധിക്കും. ഭൂമിയുടെ രജിസ്ട്രേഷനായി പ്രത്യേക പോർട്ടൽ സജ്ജീകരിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. ഇതോടെ മുനമ്പത്തെ വിഷയം ഉൾപ്പെടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വഖഫ് ബോർഡുകൾക്ക് മേൽ സർക്കാർ നിയന്ത്രണം വരുന്നതോടെ ബോർഡുകളുടെ സ്വാതന്ത്ര്യവും സ്വയം ഭരണവും നഷ്ടമാകും. UPA സർക്കാരിന്റെ കാലത്ത് വഖഫ് ബോർഡുകൾക്ക് നൽകിയ അമിത അധികാരങ്ങൾ എടുത്തു കളയുകയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോഴത്തെ നിയമപ്രകാരം ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാക്കാൽ വഖഫാക്കാം. എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി വഖഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാലാകാലങ്ങളായി മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമിയെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കഴിയും. എന്നാൽ ഭേദഗതി നടപ്പായാൽ ഉപയോഗത്തിലൂടെ വഖഫ് എന്ന ആശയം റദ്ദാക്കപ്പെടും. വഖഫ് ട്രൈബ്യൂണലുകളുടെ ഘടന തന്നെ മാറ്റിയാണ് പുതിയ ഭേദഗതി കൊണ്ടുവരുന്നത്. അംഗങ്ങളിൽ ഒരാൾ ഇസ്ലാമിക നിയമങ്ങളിൽ പണ്ഡിതനായിരിക്കണമെന്ന നിലവിലെ വ്യവസ്ഥയും റദ്ദാക്കും. ട്രൈബ്യൂണലുകളുടെ വിധിക്കെതിരെ 90 ദിവസത്തിനകം കോടതികളിൽ അപ്പീൽ നൽകാനും പുതിയ ഭേദഗതി നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നിലവിലെ നിയമം അനുസരിച്ച് വഖഫ് സ്വത്ത് സംബന്ധിച്ച കേസ് രാജ്യത്തെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ബില്ലിന് അവതരണാനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ET മുഹമ്മദ് ബഷീർ MP സ്പീക്കർക്ക് നോട്ടീസ് നൽകി. വഖഫ് ബില്ലിനെതിരെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ ഒറ്റക്കെട്ടായാണ് നിലകൊള്ളുന്നത്. ഒരു കാരണവശാലും ഭേദഗതി അംഗീകരിക്കില്ലെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. ബിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി സർക്കാർ ലോക്സഭാംഗങ്ങൾക്ക് ബില്ലിന്റെ പകർപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് ആദ്യം വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ ഫ്രാൻസിസ് ജോർജ് MP താൻ പറഞ്ഞത് അങ്ങനെയല്ലെന്നും തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും വിശദീകരിച്ച് രംഗത്തെത്തിയത്. മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ള UDF നേതൃത്വം ഫ്രാൻസിസ് ജോർജിനെതിരെ രംഗത്തു വന്നതിനു പിന്നാലെയായിരുന്നു MPയുടെ നിലപാട് മാറ്റം. ക്രിസ്ത്യാനികളുടെയും സഭകളുടെയും പിന്തുണയും വോട്ടും നേടി ഇലക്ഷൻ ജയിച്ച ശേഷം സഭയെ തള്ളിപ്പറഞ്ഞ ഫ്രാൻസിസ് ജോർജിനെതിരെ രൂക്ഷ വിമർശനമാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. ഓരോ ഇലക്ഷനിലും ഇടതു വലത് ചാടിക്കളിക്കുന്ന ഫ്രാൻസിസ് ജോർജ് ലോക്സഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിയാനാണ് സഭാ നേതൃത്വം കാത്തിരിക്കുന്നത്.